ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവരും സേഫായിട്ട് സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് അടുക്കളയിൽ തുടങ്ങാൻ പറ്റുന്ന ഒരു അടിപൊളി ബിസിനസ് ഐഡിയനെ പറ്റിയിട്ടാണ്. അടുക്കളയിൽ എന്ത് ബിസിനസ് തുടങ്ങാമെന്നായിരിക്കില്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? ഞാൻ പറഞ്ഞുതരാം. നല്ല രീതിയിൽ ഡിമാൻഡുള്ള ബിസിനസ്സാണ്, എന്നാലും കോമ്പറ്റീഷൻ കുറവാണ്. നാട്ടിൻപുറത്തായാലും സിറ്റിയിലായാലും ഒക്കെ വിജയിക്കുന്ന ബിസിനസ്സാണ്. അപ്പോൾ എന്താണ് ഈ ഒരു ബിസിനസ്? ബ്രേക്ക്ഫാസ്റ്റ് ബാറ്ററിൻ്റെ ബിസിനസ്സാണ്. അതായത് രാവിലെ എഴുന്നേറ്റ് അരിയും ഉഴുന്നൊന്നും അരക്കാൻ സമയമില്ലാത്ത വീട്ടമ്മമാരെയും അതുപോലെ തന്നെ ഒറ്റയ്ക്കായിട്ട് നിൽക്കുന്ന ജെൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരെയൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ബിസിനസ് ചെയ്തിട്ട് അവരിലോട്ട് നമ്മുടെ പ്രൊഡക്റ്റ് എത്തിക്കാൻ പറ്റും. നിങ്ങൾക്കറിയാം, ഇന്ന് ഒരുപാട് പേര് ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല. കാരണം നമ്മുടെ ഹെൽത്ത് ഇഷ്യൂ ആണ്. ഒരുപാട് പഴക്കമുള്ള സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ നമ്മുടെ വീട്ടിൽ കുക്ക് ചെയ്യണം, പക്ഷേ എളുപ്പത്തിൽ കുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ അവരത് ചൂസ് ചെയ്യും. അതുപോലെ ഒരുപാട് പേര് ചെയ്യുന്നതാണ് ഇഡ്ഡലി അതുപോലെ ദോശ ബാറ്ററിൻ്റെ ബിസിനസ്. അപ്പോൾ കോമ്പറ്റീഷൻ കുറവാണ്, എന്നാൽ അത്യാവശ്യം ആൾക്കാർ ചെയ്യുന്നുണ്ട്. എത്ര ആൾക്കാർ ചെയ്യുന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ ഡിമാൻഡുള്ള ഒരു ബിസിനസ് ഐഡിയ തന്നെയാണിത്. അപ്പോൾ ഇത് മാത്രമല്ല, നമ്മൾക്ക് ഒരുപാട് രീതിയിലുള്ള ബാറ്റർ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ അരി ഉഴുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു ബാറ്റർ ടൈപ്പാണ്. അതല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് മില്ലറ്റിൻ്റെ മിക്സ് നമുക്ക് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഹെൽത്തി ആയിട്ട് കഴിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് നമുക്ക് മില്ലറ്റിൻ്റെ മിക്സ് കൊടുക്കാം. അതുപോലെ തന്നെ റാഗി ഉണ്ടല്ലോ, റാഗിയുടെ മിക്സ് നമുക്ക് കൊടുക്കാം. അങ്ങനെ ഒരുപാട് ടൈപ്പ് ബാറ്റേഴ്സ് നമുക്ക് ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് ഒരു ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നേ. ചെറിയ മുതൽ മുടക്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഐഡിയ തന്നെയാണിത്. വീട്ടമ്മമാർക്കായാലും സ്വന്തം അടുക്കളയിൽ ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ ഓഫ്ലൈൻ മാർക്കറ്റിംഗ് തന്നെയാണ് മെയിനായിട്ട് ഇത് ചെയ്യേണ്ടത്. കാരണം ഒരുപാട് നാൾ നമ്മൾ ബാറ്റർ ഉണ്ടാക്കി കഴിഞ്ഞാൽ വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് മാക്സിമം ഓഫ്ലൈനായിട്ട് മാർക്കറ്റിംഗ് ചെയ്യാം. ഓഫ്ലൈൻ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീടിനടുത്തുള്ള കടകളിൽ അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ നമുക്ക് കൊണ്ടു കൊടുക്കാം. അതുപോലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനൊക്കെ കണ്ടെത്തിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മുടെ പ്രൊഡക്റ്റ് സെല്ലാവുന്നതാണ്. അപ്പോൾ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കണ്ടെത്താം, നമ്മുടെ ഷോപ്പിലൊക്കെ എങ്ങനെ വിൽക്കാൻ പറ്റും, അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകളിൽ എങ്ങനെ വിൽക്കാൻ പറ്റും, ഇതിന് എന്തെങ്കിലും ലൈസൻസ് എടുക്കേണ്ടതുണ്ടോ, അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ എല്ലാവിധ ലൈസൻസും നമ്മൾ എടുത്തു കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫുഡ് ബിസിനസ്സിൻ്റെ ഒരു ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. എ ടു സെഡ് ഡീറ്റെയിൽസ് വരുന്നൊരു ട്രെയിനിങ് ആണ്. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ടിട്ട് എൻഡ് വരെയുള്ള എല്ലാ കാര്യങ്ങളും വരുന്നൊരു ട്രെയിനിങ് തന്നെയാണ്. അപ്പോൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു പ്രൊമോഷണൽ സപ്പോർട്ടും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വാട്സപ്പിലും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ട്രെയിനിങ് എടുക്കാൻ വേണ്ടിയിട്ട് താഴെ തന്നിട്ടുള്ള ഒരു വാട്സപ്പ് നമ്പർ ഉണ്ടല്ലോ, അതിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി. സിലബസും കാര്യങ്ങളൊക്കെ അയച്ചു തരും. എന്നിട്ട് വായിച്ചിട്ട് യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ്, നമുക്ക് തുടങ്ങുകയല്ലേ?